ഫാമിലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാ ഫാമിലി വ്ലോഗ്. അമ്മയും കൂടെ ഒന്ന് കാണിക്കുക. അമ്മ റെഡിയായി നിൽക്കുകയാണ്. വേറെ എവിടെയല്ല, എൻ്റെ 8th month ഗ്രോത്ത് സ്കാൻ അവരെ ഗ്രോത്ത് സ്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളെ ക്ലിനിക്കിൽ. ഞാൻ ജ്യൂസ് വണ്ണം വെച്ചില്ല. ഞാൻ നല്ല വണ്ണം വെക്കുന്ന രസം സത്യമായിട്ട് ഞാൻ തടിച്ചിട്ടാണ് ഇരിക്കണം. പിന്നെ ഇന്ന് നമുക്ക് അറിയാൻ പറ്റും വാവരെ വെയിറ്റ്. അതറിയാമല്ലോ, ഗ്രോത്ത് സ്കാൻ എന്ന് പറയുമ്പോൾ വാവരെ വെയിറ്റും ബാക്കിയുള്ള കാര്യം എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. അന്ന് പോയപ്പോൾ വാവരെ വെയിറ്റ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞത്. പിന്നെ പോയിട്ട് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മോളിലും കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഫ്ലവർ ഷോ നടക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് ഡോക്ടറിന്റെ പോയ ശേഷം വിശേഷങ്ങൾ എന്താണെന്ന് അത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ലുലു മോളിൽ പോകും. കാരണം എന്തായാലും പോകും. ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞിട്ട് അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ വാവാണ് അത് കഴിഞ്ഞിട്ട് ലുലു പോയിട്ട് കാണാം. നമ്മളെ ആശുപത്രിയോട്ട് നമ്മളെ ക്ലിനിക്കിൽ എത്തി. ഭയങ്കര തിരക്കാണ്. ഭയങ്കര അങ്ങനെ നമ്മള് ക്ലിനിക്കിലെ ഗ്രോത്ത് സ്കാൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ലുലുലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ എന്തൊക്കെ നടന്നെന്ന് പറയാം. ഓക്കെ, നമ്മളങ്ങനെ ഫ്ലവർ ഷോ തന്നെ. അമ്മ ആദ്യം ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മയാണ് ചോദിച്ചത് വാങ്ങാൻ വേണ്ടി പറ്റുമോ എന്ന്. അതാണ് പോയി നോക്കാം എന്തിനാണ് വാങ്ങിക്കുക, അതോ കൈവീശി പോകുന്നത്. ഇല്ല ഞാൻ അമ്മ വാങ്ങും. അമ്മയെ സ്വഭാവത്തിൽ ചെന്നതായാലും അമ്മ വാങ്ങും. അമ്മയുടെ എസ്കലേറ്ററിൽ എന്തോന്ന് കളികളും. അടിപൊളിയല്ലേ? എത്ര 12,000 സോറി 12,000 അതാണ്. കൊള്ളാല്ലേ? 6,500 പൊട്ടി കെട്ടോടാ. അടിപൊളിയല്ലേ? കൊറേ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ സാധനങ്ങൾ തന്നെ. ഇതാണ് ഇത് പേപ്പർ പോലെ, പക്ഷെ പേപ്പർ ചെടിയാണ്. വലിക്കിളക്കാതെ ഇവിടെ 3,200 രൂപടാ. തീരെ സാധനങ്ങൾ ഇഷ്ടം. അത് കൊള്ളാം. അമ്മ അത് നോക്ക്, ഇത് നമ്മളെ ഉണ്ടായിരുന്നതാണിത്. പട്ടുപോയതാണ് സാധനം. ഇതിന് കായ് വരെ വരും കേട്ടോ. ഇത് നമുക്ക് ഉള്ളത് ഓർമ്മയുണ്ടോ? പക്ഷെ ഇത് കായൊക്കെ നമുക്ക് പട്ടുപോയതാണ്. ഇത് കൊള്ളാം, ഡബിൾ കളർ ഉണ്ട്. അതേനല്ലേ? ഇത് എനിക്കൊന്ന് എന്തോ മരുന്നടിക്കണമായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരില്ല. സത്യം. നമുക്ക് സെക്ഷൻ ഇതേപോലത്തെ ഒരു ചെടി ഉണ്ടായിരുന്നല്ല, ഓർമ്മയുണ്ട്? അതിന് തല എരിഞ്ഞ് കിടക്കണ
അവരിവിടെ നിന്നാണ് കഴിക്കുന്നത്. അടിപൊളിയല്ലേ അടിപൊളിയല്ലേ വണ്ടി. അങ്ങനെ അത് വണ്ടിക്കുള്ള നീ അമ്മേനെ മുഖം നോക്ക. അമ്മ ഫ്ലവർ കണ്ടത് അമ്മ മറന്നാണ് ഇപ്പൊ ഇവിടെ പെരുമാറണത് മൊത്തം. ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോകുന്നാണ് തോന്നുന്നത്. കണ്ണുകൾ നോക്കിയാണ് എന്തിനൊക്കെ തയ്യാറായി വാങ്ങണം. സൺഫ്ലവർ അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ട് അമ്മയെ പോലെ ഉണ്ട്. കൊള്ളാം കേട്ടാ. മൽഗോ ഏട്ടാ ഇത് ജാമ്പി അല്ല ഇത് എടാ ഇത് ആപ്പിളാടാ അല്ല എടാ ആപ്പിളാടാ ഇത് കൊള്ളാം. ഇത് കൊള്ളാല്ലേ? ഓ ഇതല്ലേ ഇത് കൊള്ളാം. നേരിട് ഇത് കൊള്ളാം. അമ്മ അതാണ്ടാ ഇങ്ങനെ വെള്ളത്തില് മറ്റേ ചെടി ഓടാ ഇതല്ല ഒറിജിനല്ലേ നമ്മൾ ആദ്യം ചേച്ചത് പ്ലാസ്റ്റിക് ഇത് നട്ടിങ്ങനെ അടിപൊളി കേട്ടോ അവര് നട്ടെടുത്തിങ്ങനെ. ആ ഇത് മറ്റേ ചെടിയാണ്. ഓ ഈ രീതി വളർത്തിയെടുക്കണേണ്ടായിരിക്കുന്നത് അതുകൊണ്ടാ. ഇത് നമ്മളിരിക്കുന്ന ഇലകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് ആക്കിയിട്ട് ഒറ്റ ഇതിൽ വെച്ചിട്ട് വളർത്തിയെടുക്കണം. അപ്പൊ ഇതേപോലെ വരും. ബോൺസായി ഒക്കെ ഉണ്ട് കേട്ടാ. സൂപ്പർ അല്ലേ? ഇരിക്കുന്നുണ്ട്. എലി വാങ്ങിച്ചാലാ? എലിയും ആ കൂട് വാങ്ങിച്ചാലാ? പിഞ്ചസ്റാ അതാണ് അമ്മയ്ക്ക് പേടിയെന്ന് കേട്ടാ. ഇത് കാണിക്കണ ആ ചെടിയുള്ളല്ലേ? ഒറിജിനൽ ആണോ എന്തോ? പ്ലാസ്റ്റിക് ആണെന്നല്ലേ? പ്ലാസ്റ്റിക് ഇതാ പ്ലാസ്റ്റിക് ഇത് എല്ലാം പ്ലാസ്റ്റിക് ആണ്. പെട്ടെന്ന് ആ ഇല ഉണ്ടോ പോലെ അങ്ങനെ പ്ലാസ്റ്റിക് ഫാനുണ്ട്. ബർഗർ ഒരു ചീസ് കേക്കും അപ്പൊ അങ്ങനെ നമ്മള് കോഫി ക്ലബിൽ വന്നിരിക്കാൻ സത്യം വേണ്ട പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ഞാൻ കോഫി കുടിക്കും. കോഫി നല്ലതാണ്, പക്ഷെ കഫീൻ കൂടുതൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുടിക്കില്ല. പക്ഷെ ഒരാഗ്രഹമല്ലേ കോഫി ക്ലബിൽ അത് ലുലുവിന്റെ ഫണ്ട് വരയിൽ വരുന്നതാണ് അല്ലേ? അതെ, അവിടെ
നമ്മൾ ആദ്യം ഫ്ലവേഴ്സ് കണ്ടില്ലേ, ഫ്ലവേഴ്സ്. പക്ഷെ അത്രയ്ക്ക് ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ റേറ്റും കൂടുതലായിട്ടാണ് തോന്നിയത്. കുറച്ച് കൂടുതലാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ കുറെ മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കുഴിപ്പലത്തൊക്കെ പോയാണ് വാങ്ങിച്ചത്. അത് എന്ന് പറഞ്ഞത് 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ ഇത്രയും ചെടിക്ക് ഇത്രയും ഉള്ളൂ സൈസ്. അതിന് തന്നെ 150 രൂപ. കുറച്ച് കത്തിയാണ്. പിന്നെ അവരെ കത്തി എന്ന് പറയാണ്ടി പറ്റില്ല. അവരെ ചെലവും ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മീൻസ് ഇവിടത്തെ റെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും രസമുണ്ട് സാധനങ്ങളൊക്കെ. അപ്പൊ അത്രയും മാസത്തിൽ പോകുന്നതുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല. ഇച്ചിരി കൂടിയോണ്ട് തന്നെ നമ്മൾ ഇതിനെക്കാട്ടിയും വില കുറഞ്ഞ സെയിം സ്ഥലം തന്നെ വേറെ കുഴിപ്പലമ്മ സ്ഥലമുണ്ട്. അവിടെ വില കുറഞ്ഞിരിക്കും. നമ്മൾ പിന്നെ വാങ്ങിച്ചില്ല. വാങ്ങാൻ പറഞ്ഞാണ് ഇരുന്നത് അല്ലേ? പക്ഷെ വാങ്ങിച്ചില്ല. അതിനാണ് നമ്മളെ ഏറ്റവും നമുക്ക് 2 പേർക്കും കോഫി വാങ്ങിച്ചിരുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അമ്മ മൊകയും വീട്ടില പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര കത്തി റേറ്റ്. അത് കാരണം 150 രൂപയ്ക്ക് ഇത്രയും ഉത്സാഹനം. അതുകൊണ്ട് കോഫി ഒന്നും വരക്ക് കാണുമ്പം ഇപ്പൊ വീഴും. ഭയങ്കര സൂക്ഷ്മത. എനിക്ക് ഹാർട്ട് ഇതെന്താ സാധനം. അമ്മയ്ക്കുള്ളത് എവിടെ പോയി? എന്താ ഇതാണ് എന്റെ കോഫി. എന്റെ കോഫി ഉണ്ട്. ലവ് അക്ക. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇവര് അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കാര്യങ്ങളൊക്കെ ടേസ്റ്റ് കുഴപ്പമില്ല. കൊള്ളാം. കഴിച്ചപ്പോ അടിപൊളിയായിരുന്നു ഫുഡ് കേട്ടോ. അവരെ ലുലുവിന്റെ ഫുഡ് എന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റ് അല്ല, നമ്മള് ട്രിവാൻഡ്രത്ത് ഫണിച്ചുറയിൽ വന്നിട്ട് മോളിൽ കെട്ടി കോഫി കപ്പ് അവർ അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ കഴിച്ചത് കോംബോ ആയിരുന്നു പറയുന്നത്. 159 രൂപയുള്ളൂ. അതില് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ലൈഫ് ജ്യൂസും. അടിപൊളിയാണ്. വേറെ ഐഡിയ ഞാൻ പറഞ്ഞ അതേ റേറ്റ്. എന്റെ നാക്ക് പൊന്നേട്ട്. ഫൈനലി നമ്മൾ ലുലു മോളുടെ ഷോപ്പിംഗ് സത്യം എന്തൊന്നും ഒന്നും കൂടെ പറ. സത്യം പറഞ്ഞാൽ നമ്മൾ ലൈറ്റ് വെച്ച് നമ്മൾ കളിക്കണ കണ്ടിട്ടില്ല. അവര് ഇറങ്ങി പോകാൻ പറയലല്ലോ പോവാൻ. നമ്മളടുത്ത് ഇറങ്ങി പോവാൻ നമ്മളടുത്ത് അമ്മ അവസാനം ഉപ്പെടുക്കാൻ വേണ്ടി കറങ്ങി അടക്കായിരുന്നു. ഇപ്പൊ ഒളിച്ചെളിക്കും അതല്ലേ അമ്മ എടുത്ത്. അല്ല അമ്മ പറഞ്ഞ ഇവിടെ പോണേക്കാട്ട് അല്ല ഇത് പറയട്ടെ ഈ കഥ. അമ്മ എടുത്ത് പറഞ്ഞ 1/2 കിലോ മാങ്ങ എടുത്താൽ മതി എന്ന് പറഞ്ഞ അമ്മ 1.5 കിലോ ഒരു മാങ്ങ എടുത്തിട്ടാണ് വന്നേക്കണം. സത്യം പറഞ്ഞ ലുലുമോള് നമുക്ക് ഇങ്ങോട്ട് സാധനം എന്തോന്ന് 1.5 കിലോ മാങ്ങ ആ മാങ്ങ നമുക്ക് കിട്ടിയാ മതിയേ. നല്ല അമ്മയാണ് മൊത്തം തിന്നേർക്കണതേ. സത്യം പറഞ്ഞ ലുലുമോളൊക്കെ നമുക്ക് ഇവിടെ പൈസ ഉണ്ട്. കാരണം നമുക്ക് ഈ ലുലുമോളിന് ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപ ആയിട്ടുണ്ടല്ലേ. ഇന്നല്ല ഇത്രയും വർഷത്തേക്ക് ഇത് തുടങ്ങിയ നാളെ മുതൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. എങ്ങനെ പോയി ലുലുമോൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നാലില്ലേ നമുക്ക് 3000 രൂപയുടെ താഴെ നമുക്ക് ഇതുവരെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നുമില്ല. ഒന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് 3000 രൂപയാവും. അതാണ് നമ്മള് ഇത്രയും പെട്ടെന്ന് എത്തിയുടെ ഓക്കെ. അങ്ങനെ നമ്മള് വീടെത്തി.
സത്യമാന നമ്മൾ എപ്പോ ലുലുമോള് പോയിട്ട് വന്നാലും നമുക്കൊരു ടൂർ പോണ പോലെ നമുക്ക് തോന്നിയിട്ടുള്ള കൊറേ നടക്കാണ്ടല്ലോ അങ്ങനെ നടക്കാനുണ്ട്. ഭയങ്കര ക്ഷീണവും ഈ മൂന്നാറ് അങ്ങനത്തെ ഒക്കെ പോയിട്ട് വരണ ഒരു ഇതായിരിക്കും ഇത്. അത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നാളെ ഒന്നും ഒരു പണിയും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ അല്ലേ. പ്രത്യേകിച്ച് അമ്മയ്ക്ക് അങ്ങനെയാണ്. നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തല്ലോ. അമ്മയ്ക്ക് അമ്മയുടെ കുറുക്കും കൈയും കാലൊക്കെ വേഗം എടുത്തിരിക്കും. ഇന്നൊരു സംഭവം നടന്നു. മാളു ഇല്ല ഇന്നൊരു വലിയൊരു കോമഡി സാധനമാണ് നടന്നത്. ഇല്ല സത്യമായിട്ടേ സംഭവം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കടുക് വേണമെന്ന്. അപ്പൊ അമ്മയാണ് പോയി കടുക് എടുത്തിട്ട് വന്നത്. അല്ലല്ല, അത് എപ്പോ മനസ്സിലാക്കിന്നറിയാമോ? ഇത് എടുത്തോണ്ട് വന്ന ശേഷം അവന്റെ കയ്യിൽ കൊടുത്തപ്പോ ചോദിച്ചു ഈ കസ്കസ് എന്തിനാ എടുത്തോണ്ട് വന്നു ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ കസ്കസ് അല്ലല്ലോ അത് കടുകല്ലേ എന്ന്. ലാസ്റ്റ് കടുകല്ലേ ചോദിച്ചു. ഞാൻ പേര് നോക്കിയില്ല, കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തോണ്ടത്. ചോദിക്കാണ് അതിന് അത് ആലോചിച്ചോ കറിയിലിട്ടത് കറിയിലിട്ടില്ല. ഞാൻ കൊണ്ടിട്ട് അത് പൊട്ടിച്ചു നോക്കുമ്പോ നമ്മളത് കടുകല്ലെങ്കിൽ എന്ത് ചെയ്യും? വായിക്കാതെ അതിന്റെ പണം കണ്ടിട്ട് അമ്മ കടിയിൽ ഒരു കസ്കസ് അടി എടുത്തത്. ഇപ്പൊ സത്യം നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് അതേപോലെ കൊണ്ടങ്ങിട്ടിട്ട് കടുകില് കണ്ടുപിടിച്ചതല്ല, ഞാൻ കയ്യിൽ കൊടുത്തതാണ്. ഇത് കടുകാണ്, ഇത് എന്താന്ന് അങ്ങനെ ചോദിച്ചില്ല, ഞാൻ കണ്ടുപിടിച്ചത്. ഇവൻ കണ്ടുപിടിച്ചതാണ്. കസ്കസ് എന്തിനു കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു അയ്യോ സെക്കൻഡ് കൈ കണ്ടെടുക്കുന്നു. കസ്കസ് എന്തിനു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയല്ല. ഇത് കൊടുത്തപ്പോ ഇതെന്തിനു എടുത്തോന്ന് ചോദിച്ചു. ഈ കസ്കസ് എന്തിനു എടുത്തോന്നാണ് ചോദിച്ചത്. കടുക എന്ന് ചോദിച്ചതിന് ശേഷമാണ് പേര്. സമ്മതിക്കരുത് കേട്ടോ, സമ്മതിക്കല്ലേ. അങ്ങനെ അല്ല, അതായത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അറിയില്ല, അത് മറ്റേ ജ്യൂസിനൊക്കെ പറഞ്ഞൊക്കെ നമ്മളെ വീട്ടിൽ ഇവിടെ 365 ദിവസം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ല, അത് കണ്ടുപിടിക്കാതെ ചിലപ്പോ അത് കറുപ്പാണെന്ന് പറഞ്ഞ് കടികളിടുവായിരുന്നേ. എന്നാലും സമ്മതിക്കരുത്. അല്ല ഇപ്പൊ ചോദിച്ച മനസ്സില്ലേ വിഷാംശമാണെന്ന് വെച്ചാൽ അപ്പം കറിയിൽ ഇടുമായിരുന്നു. അതന്നെ എനിക്ക് കടുക് കണ്ടാണ്. അതുകൊണ്ടാണ് കസ്കസ് എടുത്തോണ്ട് വന്നത്. അതൊന്ന് ഇനി നമുക്ക് ഹോസ്പിറ്റൽ വിശേഷങ്ങളും. ഇന്ന് ഞാൻ പറഞ്ഞില്ല 8ാം മാസത്തെ ഗ്രോത്ത് എനിക്ക് ഇരുന്നു. എന്നിട്ടൊന്നും കൂടെ എടുക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ 8ാം മാസത്തെ ഗ്രോത്ത് സ്കാൻ ആയിരുന്നു. അപ്പം ആസ് യൂഷ്വൽ ഇവിടുത്തെ ഇങ്ങനെയൊക്കെ ചെക്കപ്പ് ചെയ്യുമല്ലോ. സ്കാൻ ആണോ അത്? സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ. അത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമം, നമുക്ക് വാവയെ കാണിപ്പിച്ചൊന്നുമില്ല. വായ കാണിപ്പിച്ചു, പല ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു. 36ാമത്തെ വീക്കാകും അല്ലാത്ത സ്കാൻ ഉണ്ട്. അപ്പൊ ചിലപ്പോ കാണാൻ പറ്റും. 36ാമത്തെ വീക്കില് എനിക്ക് എലമെന്റസ് മാറിയോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അത് ആ ടൈമിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം 32 വീക്കാണ്. ഈ 32 വീക്കിൽ കറക്റ്റ് നോർമൽ വെയിറ്റ് എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, എല്ലാം നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നടക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്താൽ ഞാൻ പെട്ടെന്ന് തളരുന്നുണ്ട്. അപ്പൊ അത് കാരണമാണല്ലേ പറയാനില്ല. അത് അങ്ങനെയല്ല പറഞ്ഞ അവർ ഇനി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് പെയിൻ ഒക്കെ താങ്ങാനുള്ള ഇതാണ്. അപ്പം കുറച്ച് ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുകൊണ്ട് നടക്കാൻ പോകാൻ പറഞ്ഞു, ജോലിയൊക്കെ വീട്ടിൽ ചെയ്യണം. അങ്ങനെ ഒരുപാടല്ല, അമ്മ ചെറിയ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തോന്ന്, പിന്നെ ഡേറ്റ്സ് കഴിക്കാന്ന് പറഞ്ഞു. ഡേറ്റ്സ് കഴിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു സ്കാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു 36th വീക്കില്. അതല്ലാതെ ഇതും കൂടെ പറഞ്ഞായിരുന്നല്ലേ. പിന്നെ നമ്മള് സൂക്ഷിക്കാൻ പറഞ്ഞു. സൂക്ഷിക്കണം. പിന്നെ വളരെ അനക്കം ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അതായത് 1 മണിക്കൂറിൽ 3 വട്ടം ചവിട്ടണുണ്ടെന്ന്. അങ്ങനെ എന്തോ അനക്കം ഉണ്ടാകുന്ന ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ 3 വട്ടം. വേറെ കുഴപ്പമില്ല. പിന്നെ ആഹാരം കഴിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞ് കിടക്കുള്ളൂ, റൈറ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കല്ലേ. അങ്ങനെ റൈറ്റ് സൈഡ് കിടക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ലെഫ്റ്റിലാക്കിക്കോണം. കാരണം ലെഫ്റ്റിൽ കിടന്നാൽ മാത്രമേ ബേബിക്ക് ഫ്ലോ നല്ല വൃത്തിയായിട്ട് ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അത്ര ഈ വട്ടം പറഞ്ഞോളൂ. വേറെ പൊസിഷനും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ഡോക്ടറിന് ചിലപ്പോൾ മനസ്സിലായി കാണും. എന്നിട്ട് ഇനി അടുത്ത 2 വീക്സ് കഴിഞ്ഞിട്ട് അടുത്ത വന്നാൽ മതി എന്ന് പറഞ്ഞു. സെയിം കാൽഷ്യം അയണും ഫോളിക്കും മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത 2 ആഴ്ച അടുത്ത 2 ആഴ്ച കഴിയുമ്പോ കുറെ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് എന്റെ വീണ്ടും കരച്ചിൽ കാണാനോ. ഞാൻ സന്തോഷത്തിലിരിക്കുന്നു. ഇനി സൂചി ഒന്നും കുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്.
ബട്ട് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വട്ടം പോകണം. അത് കുറെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ടൈമിൽ അറിയാൻ വേണ്ടി പറ്റും. ബ്ലഡിന്റെ എല്ലാ ടെസ്റ്റുകളും ബോഡിയുടെ എല്ലാം ബ്ലഡ് ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയാണ് വിശേഷങ്ങൾ ഹോസ്പിറ്റലിൽ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് വേണം, മറക്കാതെ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വരുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ കമന്റ് ചെയ്യണം. അതിന്റെ വയറ് ഞാൻ കാണിച്ചിട്ടില്ല, എന്നാലും ഗസ് ചെയ്യാലോ. ഓക്കെ, ഗസ് ചെയ്യാലോ. അത്ര. അപ്പൊ ലവ് യു, ടേക്ക് കെയർ. അമ്മയ്ക്കൊരു മാള് കാണിക്കാൻ പറ്റൂല. മാള് പിച്ചക്കാരി പോലെ നിൽക്കണേ.